നമസ്കാരം, KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരായി നൽകിയ പുനഃപരിശോധനാ ഹർജി സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. കാസർഗോഡ് ജില്ലാ സപ്ലൈകോ ഓണം ഫെയർ തുടങ്ങി. ഓണത്തിന് അവശ്യവസ്തുക്കളുടെ ലഭ്യതയ്ക്കും ഓണച്ചന്തകൾക്കുമായി സർക്കാർ 100 കോടി അനുവദിച്ചതായി മന്ത്രി AK ശശീന്ദ്രൻ. കാസർഗോഡ് ബദ്രിയയിൽ പ്രവാസി യുവാവിനെ സഹോദരനും ബന്ധുവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഫെറ്റോ ജില്ലാ കമ്മിറ്റി വഞ്ചനയുടെ ഓണക്കാലം എന്ന പേരിൽ പ്രതിഷേധ ധർണ നടത്തി. NGO സംഘ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കുമ്പള മുള്ളേരിയ റോഡിലെ ഭാസ്കർ നഗറിൽ കാർ കുഴിയിൽ വീണ് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃക്കരിപ്പൂർ ഉദിനൂർ മാച്ചിക്കാട്ട് സംസ്ഥാന ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ച് ഒറ്റ നമ്പർ ചൂതാട്ടം. വയോധികൻ അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരായി നൽകിയ പുനഃപരിശോധനാ ഹർജി സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. പുനഃപരിശോധനാ ഹർജി നിലനിൽക്കില്ലെന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ ആവശ്യം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അനുവദിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 BJP നേതാക്കളെയും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കുറ്റവിമുക്തരാക്കിയത്. ആ കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ BSP സ്ഥാനാർത്ഥിയായിരുന്ന K. സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചുവെന്നും പകരമായി 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നുമായിരുന്നു കേസ്. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സുരേന്ദ്രൻ അടക്കമുള്ളവർ വിടുതൽ ഹർജി നൽകി. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി 6 പേരെയും കേസിൽ നിന്നും ഒഴിവാക്കിയത്. സുരേന്ദ്രന് പുറമെ യുവമോർച്ച നേതാവ് സുനിൽ നായിക്, BJP ജില്ലാ മുൻ പ്രസിഡന്റ് K. ബാലകൃഷ്ണ ഷെട്ടി, പ്രാദേശിക നേതാക്കളായ K. സുരേഷ് നായിക്, മണികണ്ഠറെ, ലോകേഷ് നോണ്ട എന്നിവരായിരുന്നു പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നവർ. K. സുന്ദരയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് LDF സ്ഥാനാർത്ഥി കൂടിയായ VV രമേശൻ കോടതിയെ സമീപിച്ചത്. കീഴ്ക്കോടതി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതോടെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. ജില്ലാ കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയത്. ഇതിനിടെ സമാന സ്വഭാവമുള്ള കേസുകളിൽ പുനഃപരിശോധനാ ഹർജി നിലനിൽക്കില്ലെന്ന ഉത്തരവ് മറ്റൊരു കേസിൽ ഇതേ ബെഞ്ച് പുറപ്പെടുവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധനാ ഹർജി പിൻവലിച്ച് അപ്പീൽ നൽകുവാൻ സർക്കാർ അനുമതി തേടുകയായിരുന്നു. സർക്കാരിൻ്റെ ഈ ആവശ്യം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അനുവദിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓണത്തിന് അവശ്യവസ്തുക്കളുടെ ലഭ്യതയ്ക്കും ഓണച്ചന്തകൾക്കുമായി സർക്കാർ 100 കോടി അനുവദിച്ചതായി മന്ത്രി AK ശശീന്ദ്രൻ. കാസർഗോഡ് ജില്ലാ സപ്ലൈകോ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഓണക്കാലത്ത് വിലക്കയറ്റവും അവശ്യവസ്തുക്കളുടെ ക്ഷാമവും ജനങ്ങളെ അലട്ടില്ലെന്നും എല്ലാവർക്കും സബ്സിഡി നിരക്കിൽ അവശ്യവസ്തുക്കൾ ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വെളിച്ചെണ്ണയുടെ വിലവർധന ജനങ്ങളെ ആശങ്കപ്പെടുത്തിയിരുന്നുവെങ്കിലും സർക്കാരിൻ്റെ ഇടപെടലിലൂടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കുറഞ്ഞ നിരക്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ വിതരണം ചെയ്യുവാൻ സാധിച്ചതായും അരിയും വെളിച്ചെണ്ണയും അടങ്ങിയ ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുവാൻ സപ്ലൈസ് കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ഓണക്കാലത്തെ അവശ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായി ഇടപെടുന്ന സർക്കാർ ഏജൻസി എന്നുള്ള നിലയിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സ്പെഷ്യലായി 100 കോടി രൂപ ഇത്തവണത്തെ സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സിവിൽ സപ്ലൈസ് പോലുള്ള നമ്മുടെ പൊതുമേഖലാ സംരംഭങ്ങൾ അത് നിലനിർത്തുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ്. സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ ഫ്ളാഗ് ഓഫും മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ആദ്യവിൽപ്പന നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ PK നിശാന്ത്, അഡ്വക്കേറ്റ് PV സുരേഷ്, ബംഗളം കുഞ്ഞികൃഷ്ണൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ,
വി വെങ്കിടേഷ്, അഡ്വക്കേറ്റ് കെ വി രാമചന്ദ്രൻ, ഉദിനൂർ സുകുമാരൻ, കെ സി മുഹമ്മദ് കുഞ്ഞി, പ്രമോദ് കരുവളം, പി ടി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. സപ്ലൈകോ ഡിപ്പോ മാനേജർ സി രവീന്ദ്രൻ സ്വാഗതവും ജില്ലാ സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവാസി യുവാവിനെ സഹോദരനും ബന്ധുവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. നായന്മാർ മൂലയിലെ താമസക്കാരനായ സി എ ഷിഹാബിനാണ് മർദ്ദനമേറ്റത്. ബദരിയയിലെ തറവാട് സ്ഥലത്തെ തോട്ടത്തിലേക്ക് പണിയെടുപ്പിക്കുന്നതിനായി എത്തിയപ്പോഴാണ് മർദ്ദനമുണ്ടായതെന്ന് ഷിഹാബ് പറഞ്ഞു. സംഭവത്തിൽ കാസർഗോഡ് പോലീസ് ഷിഹാബിന്റെ പരാതിയിൽ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ബദിരയിലെ ചുടുവളപ്പിലെ തറവാട്ട് സ്ഥലത്തെ തോട്ടത്തിലേക്ക് പണിയെടുപ്പിക്കുന്നതിനായി പോയപ്പോൾ കഴിഞ്ഞ 22-ാം തീയതിയും 23-ാം തീയതിയും തനിക്ക് മർദ്ദനമേറ്റതെന്നാണ് ഷിഹാബിന്റെ പരാതി. 22-ന് സഹോദരൻ മുഹമ്മദ് കുഞ്ഞി മർദ്ദിച്ചു. എന്നാൽ സഹോദരനായതിനാൽ താൻ അത് ക്ഷമിച്ചുവെന്നും 23-ാം തീയതി 2 ജോലിക്കാരുമായി എത്തിയപ്പോൾ സഹോദരൻ മറ്റൊരു ബന്ധുവായ മുഹമ്മദ് ഷാനിദുമായി ചേർന്ന് തന്നെ വീണ്ടും മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷിഹാബ് പറയുന്നു. മടൽ, വാരിക്കഷണം എന്നിവയുപയോഗിച്ച് മർദ്ദിക്കുവാനുള്ള ശ്രമം തടുക്കുന്നതിനിടെ കൈക്ക് പരിക്കേറ്റു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഞരമ്പിന് ക്ഷതമേറ്റതായി ഡോക്ടർ പറഞ്ഞതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സാർത്ഥം ഷിഹാബിനെ കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രവാസിയാണ് ഷിഹാബ്. സമീപകാലത്ത് തറവാട്ട് സ്വത്തുമായി ബന്ധപ്പെട്ട തീർപ്പിൽ തോട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആദായം എടുക്കുന്നതിനുള്ള അവകാശം മധ്യസ്ഥ ചർച്ച പ്രകാരം ഷിഹാബിന്റെ പേരിൽ എഗ്രിമെന്റ് ചെയ്തിരുന്നു. മുൻ വർഷങ്ങളിലെ കണക്കുകൾ ബോധ്യപ്പെടുത്തുവാൻ പറ്റാത്തതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ തീർപ്പ് കൽപ്പിച്ചതെന്ന് ഷിഹാബ് പറഞ്ഞു. ഇത് പ്രകാരം തോട്ടം പരിചരിക്കുന്നതിനായുള്ള പണിക്കായി എത്തിയപ്പോഴാണ് ഷിഹാബിന് നേരെ ഇത്തരത്തിൽ മർദ്ദനമുണ്ടായതെന്നാണ് പരാതി. പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് അക്കൗണ്ട്സും കാര്യങ്ങളും അവതരിപ്പിക്കാൻ ചോദിച്ചപ്പോൾ അവർ അക്കൗണ്ട്സിൽ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് എല്ലാം വന്ന്, അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഇത്ര വർഷത്തോളം അവരെടുത്ത വരുമാനം ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എടുക്കാം, പാർട്ടീഷൻ ചെയ്യാം, സ്വത്ത് ഭാഗം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ സ്വത്തിന് ഭാഗം വെക്കുന്നത് സൈൻ ചെയ്യുകയും അതിനുശേഷം ഈ സ്വത്തുകൾ നോക്കാനുള്ള അവകാശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അവകാശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തോട്ടത്തിലേക്ക് സ്വത്ത് നോക്കാനും കവുങ്ങിന് മരുന്നടിക്കാനും വേണ്ടിയിട്ട് പണിക്കാരെയും കൊണ്ട് തോട്ടത്തിൽ പോയ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന പണിക്കാരുടെ സാധനങ്ങൾ അതെല്ലാം വലിച്ചെറിയുകയും വടിയെടുത്ത് അടിക്കുകയും അവിടുന്ന് ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പഴയ വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടുന്ന് വലിയൊരു മരക്കഷ്ണം എടുത്തിട്ട് എൻ്റെ തലക്കടിക്കുമ്പോൾ തടുത്തതാണ് ഈ കയ്യിൽ കാണുന്ന ഈ പരിക്ക്. എന്നെ അടിച്ചത് എൻ്റെ മൂത്ത ബ്രദർ മുഹമ്മദ് കുഞ്ഞിയും പിന്നെ അവർ മുഹമ്മദ് ഷാനിദ് എന്ന് പറയുന്ന ആളാണ് എന്നെ അടിച്ചത്. സംഭവത്തിൽ ഷിഹാബിന്റെ പരാതിയിൽ സഹോദരൻ മുഹമ്മദ് കുഞ്ഞിക്കും ബന്ധുവായ മുഹമ്മദ് ഷാനിദിനുമെതിരെ കാസർഗോഡ് പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലൈംഗിക പീഡന കേസുകളിൽ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ലെന്നും എന്നാൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ ആ നിയമം ലംഘിച്ചുവെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. കൃഷ്ണകുമാർ കേരള ബ്രിജ്ഭൂഷണാണെന്നും പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് BJP നേതാക്കളായ ശോഭാ സുരേന്ദ്രനും MT രമേശനും അറിയാമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കൃഷ്ണകുമാറിനെതിരെ പോലീസ് ക്രിമിനൽ കേസെടുക്കാൻ തയ്യാറാവണമെന്നും കാസർഗോഡ് DCC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. ആരോപണ വിധേയനായിട്ടുള്ള കൃഷ്ണകുമാർ അദ്ദേഹം കേവലം ഒരു വ്യക്തി മാത്രമല്ല, ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൊതുപ്രവർത്തകനായിരിക്കേണ്ട വ്യക്തി, നിയമം അറിയുന്ന വ്യക്തി, ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും മുൻപിൽ ആ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലാണ് പത്രസമ്മേളനം നടത്തിയത്. അതിജീവിത ആരാണ് എന്ന് കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെതിരെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ക്രിമിനൽ കേസുകൾ ചുമത്തേണ്ടതാണ്. നാളെ ഒരു സ്ത്രീയും തനിക്കെതിരെ പരാതി പറയാൻ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുക, മാനസിക സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം ആരോപണ വിധേയനായിട്ടുള്ള കൃഷ്ണകുമാർ നടത്തിയിട്ടുള്ളത്. ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥിതിക്ക് എതിരാണ്. ശോഭ ചേച്ചിക്ക് ഇതിൻ്റെ സത്യം മുഴുവനും അറിയാം.
MT രമേശിന്റെ എറണാകുളത്ത് അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ പോയി ഈ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മുട്ടാവുന്ന മുഴുവൻ വാതിലുകളിലും ഈ കുട്ടി പോയി പരാതി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ മാനം രക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ സ്നേഹമുള്ളത് ഉണ്ട്. ആ കുട്ടി പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിന്നുണ്ട്, ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി. അത് മാത്രമല്ല, ഈ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കും അമ്മയ്ക്കും നേരെ നല്ല ആക്രമണം നടന്ന് ഈ കുട്ടിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ് തീരെ വയ്യാതിരുന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായം കൊടുത്ത വ്യക്തിയുടെ പേര് ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നാണ്. ശ്രീ സുരേഷ് ഗോപിയും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഗോപാലൻകുട്ടി മാസ്റ്ററും ഒക്കെ ഇത് നിഷേധിക്കട്ടെ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർക്കിത് നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാസർഗോഡ് സാർവജനിക ശ്രീ ഗണേശോത്സവത്തിന് തുടക്കം. മല്ലികാർജുന ക്ഷേത്രത്തിൽ ഗണേശ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മധൂർ ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷാദികളോടെ ആനയിച്ചാണ് ഗണേശ വിഗ്രഹം എത്തിച്ചത്. കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെ നിരവധി ഭക്തജനങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. 70-ാം വർഷമായതിനാൽ സപ്തതി മഹോത്സവമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളോടുകൂടി 11 ദിവസങ്ങളിലായാണ് ഇത്തവണ ഗണേശോത്സവം നടക്കുന്നത്. കാസർഗോഡ് സാർവജനിക ഗണേശോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള സാർവജനിക ശ്രീ ഗണേശോത്സവത്തിന് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷാദികളോടെ ആനയിച്ച് ഗണേശ വിഗ്രഹം എത്തിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെ നിരവധി ഭക്തജനങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. ವಿಶೇಷವಾಗಿ 11 ದಿವಸಗಳ ಕಾಲ 70ನೇ ವರ್ಷದ ಉತ್ಸವಾಚರಣೆಯ ಅಂಗವಾಗಿ 11 ದಿನದಿಂದ 11 ದಿವಸಗಳ ಕಾಲ ವೈಭವದಿಂದ ನಡೆಯುವಂತಹ ಈ ಉತ್ಸವವನ್ನು ದೇವರು ನಿರ್ವಿಘ್ನವಾಗಿ ಸಾಂಗವಾಗಿ ಯಾವುದೇ ವಿಧವಾದಂತಹ ಕುಂದು ಕೊರತೆ ಬಾರದೆ ದೇವರು ನಡೆಸಿಕೊಡಬೇಕು. ಹಾಗೆ ಇವತ್ತು ಈ ಪ್ರತಿಷ್ಠಾಪನಾಗುವಂತಹ ಮುಹೂರ್ತವನ್ನು ಸುರಕ್ಷವಾಗಿ ದೇವರು ನಡೆಸಿಕೊಡಬೇಕು. 70-ാം വാർഷികമായതിനാൽ സപ്തതി മഹോത്സവമായി വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളോടുകൂടി 11 ദിവസങ്ങളിലായാണ് ഇത്തവണ ഗണേശോത്സവം നടക്കുന്നത്. സപ്തതി മഹോത്സവത്തിൻ്റെ ഭാഗമായി അയുത നാളികേര മഹാഗണപതി യാഗം നടത്തും. ഈ യാഗത്തിൽ പങ്കെടുത്താൽ അഷ്ടൈശ്വര്യ സിദ്ധി, സ്ഥിരലക്ഷ്മി, കീർത്തിലാഭം, ശത്രുപരാജയം, കുടുംബാഭിവൃദ്ധി, കുടുംബ ഐക്യമത്യം തുടങ്ങിയ ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. 11 ദിവസവും ഉത്സവകാലത്ത് അന്നപ്രസാദവും ഉണ്ടാകും. ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധ ഭജനാ സംഘങ്ങളുടെ പരിപാടികൾ, നൃത്താർച്ചന, ഗിത്താർ, വയലിൻ, സംഗീതാർച്ചന, യോഗ നൃത്ത പ്രദർശനം, നാടകം, ഹരികഥാ സത്സംഗം, ശാസ്ത്രീയ സംഗീത കച്ചേരി തുടങ്ങിയ നിരവധി കലാപരിപാടികളും നടക്കും. വിവിധ ദിവസങ്ങളിൽ ധാർമ്മിക സഭകൾ നടക്കും. സെപ്റ്റംബർ 6 ഉച്ചയ്ക്ക് 12 മണിക്ക് അയുത നാളികേര മഹാഗണപതി യാഗ മഹാപൂർണാഹുതിയും 12:45 സമാപന യോഗവും നടക്കും. വൈകുന്നേരം 4 മണിക്ക് ധ്വജാവരോഹണത്തിന് ശേഷം മഹാഗണപതി നിമജ്ജനം ഘോഷയാത്രയോടെ മഹോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വാട്ടർ അതോറിറ്റി കാസർഗോഡ് സെക്ഷനിൽ ഓപ്പറേറ്റർമാരുടെ ജനറൽ ട്രാൻസ്ഫറിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ അനധികൃത പുനർവിന്യാസം റദ്ദാക്കണമെന്ന് WA എംപ്ലോയീസ് സംഘ് BMS ഈ ആവശ്യമുന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. കേരള വാട്ടർ അതോറിറ്റി കാസർഗോഡ് സെക്ഷനിൽ ഓപ്പറേറ്റർമാരുടെ ജനറൽ ട്രാൻസ്ഫറിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ അനധികൃത പുനർവിന്യാസം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് BMS പ്രതിഷേധ ധർണ നടത്തി. സ്ഥലം മാറി വരുന്ന ജീവനക്കാർക്ക് മേജർ സ്കീമുകളിൽ നിയമനം നൽകാതെ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നീതി നിഷേധിക്കുന്നതിനെതിരെ ധർണയിൽ പ്രതിഷേധമിരമ്പി. BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയീസ് സംഘ് ജില്ലാ പ്രസിഡന്റ് ഷാജി MV അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മധുസൂദനൻ വിശദീകരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി VK റജികുമാർ, BMS കാസർഗോഡ് മേഖലാ സെക്രട്ടറി ബാബുമോൻ ചെങ്കള, ഉദുമ മേഖലാ സെക്രട്ടറി ഭാസ്കരൻ പൊയ്നാച്ചി എന്നിവർ സംസാരിച്ചു.
ജില്ലാ സെക്രട്ടറി KV പുരുഷോത്തമൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി K മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഫെറ്റോ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ വഞ്ചനയുടെ ഓണക്കാലം എന്ന പേരിൽ പ്രതിഷേധ ധർണ നടത്തി. NGO സംഘ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും പെൻഷൻകാരോടും കേരള സർക്കാർ സ്വീകരിച്ചു വരുന്ന വഞ്ചനാപരവും പരിഹാസപൂർണവുമായ നിലപാട് എന്ന ആരോപണമുയർത്തി ഫെറ്റോ സംസ്ഥാന സമിതി സംസ്ഥാനമൊട്ടാകെ നടത്തിയ പ്രതിഷേധ ധർണയുടെയും സമരത്തിന്റെയും ഭാഗമായി ഫെറ്റോ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ വഞ്ചനയുടെ ഓണക്കാലം എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. NGO സംഘ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കേരള സർക്കാർ 2022 ജൂലൈയിൽ പ്രഖ്യാപിക്കേണ്ട ഈ ക്ഷാമബത്തയും ക്ഷാമാശ്വാസമൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഓണസമ്മാനമല്ല, സമ്മാനമെന്ന വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് സമ്മാനം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. സർക്കാരിന്റെ ആ നുണപ്രചരണം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില സർവീസ് സംഘടനകൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി വരികയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒന്നും പുട്ടന്മാരോ മണ്ടന്മാരോ അല്ല. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ബോധം സർക്കാർ ജീവനക്കാർക്കുണ്ട്. അതുകൊണ്ട് ഈ നുണപ്രചരണത്തിലൂടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയോ അധ്യാപകരെയോ പറ്റിക്കാൻ കേരളത്തിലെ സർക്കാരിനോ അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ അവരുടെ സർവീസ് സംഘടനകൾക്കോ സാധിക്കുകയില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഫെറ്റോ ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഫെറ്റോയുടെ വിവിധ ഘടക സംഘടനാ നേതാക്കൾ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രാജേഷ് കുമാർ സ്വാഗതവും ജില്ലാ ട്രഷറർ സന്തോഷ് VK നന്ദിയും പറഞ്ഞു. NGO സംഘ് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ, NTU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി അജിത്, KGO സംഘ് ദിലീപ്, കരുണാകര, തുളസീധരൻ, പെൻഷനേഴ്സ് സംഘ് കുഞ്ഞിരാമൻ, നാഗരാജ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പളം മുള്ളേരിയ റോഡിലെ ഭാസ്കർ നഗറിൽ അപകടങ്ങൾ പതിവാകുന്നു. എയർപോർട്ടിൽ പോയി മടങ്ങുകയായിരുന്ന മുള്ളേരിയ സ്വദേശികൾ സഞ്ചരിച്ച കാർ കുഴിയിൽ വീണു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുമ്പള മുള്ളേരിയ റോഡിൽ ഭാസ്കർ നഗറിൽ വീണ്ടും അപകടം. നിയന്ത്രണം തെറ്റിയ കാർ റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടം. മുള്ളേരിയ വെള്ളൂരിലെ ഉനൈസ്, ഇബ്രാഹിം, നൌഷാദ് എന്നിവരും മറ്റ് 2 സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവം. ഒന്നാമത് റോഡ് നേരില്ല, ഒരു നൈസ്. പിന്നെ ഇങ്ങനത്തെ പറയുന്ന ഇവിടെ 2-3 അപകടം എക്സൈസ് ജീപ്പ് വളർത്തിയ കുത്തിയിട്ട് പിന്നെ ഇവിടെ ഈ സൈഡ് ഒരു കാർ ഇതായിട്ട് പൊടിപൊടിയായിട്ടുണ്ട്. ആർക്കും പരിക്കൊന്നുമില്ല. പക്ഷേ ഇത്ര സംഭവിച്ചിട്ട് ഒരാൾ ഇതിനെ ഇതാക്കാനുള്ള ഒരാളില്ല. അധികാരികൾ നോക്കുന്നില്ലാതെ അതിന് വേണ്ടി ഒരു നടപടി എടുക്കാൻ ഇതുവരെ വന്നിട്ടില്ല. സംഭവം സ്ഥിരമായിട്ടുള്ള സംഭവം ഇവിടെ. എന്നാൽ റോഡിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട്. കുമ്പളയിൽ നിന്ന് മുള്ളേരിയ ഭാഗത്തേക്ക് പോവുകയായിരുന്നു യുവാക്കൾ. ഭാസ്കർ നഗറിലെത്തിയപ്പോൾ നിയന്ത്രണം തെറ്റിയ കാർ കൾവേർട്ടിന് സമീപത്തെ വെള്ളം നിറഞ്ഞ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിന്റെ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരുടെ സഹായത്തോടെയാണ് യുവാക്കൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത്. കാർ ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്കെടുത്തു. പലതവണ അപകടമുണ്ടായിട്ടും അപകട സൂചനാ ബോർഡുകളോ സ്പീഡ് സൂചനാ ബോർഡുകളോ ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല എന്നും എത്രയും പെട്ടെന്ന് അധികാരികൾ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക ചർലൊടുക്കയിൽ നിർമ്മാണം പൂർത്തിയാകാത്ത ഇരുനില വീട്ടിൽ കവർച്ച. വയറിങ്ങിനായി ഉപയോഗിച്ച ലക്ഷങ്ങളോളം വില വരുന്ന വയറുകളാണ് കവർച്ച ചെയ്തത്. ചർലടുക്കയിലെ ഹസൈനാർ കോലാരിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ബദിയടുക്ക ചർലടുക്കയിൽ നിർമ്മാണം പൂർത്തിയാകാത്ത ഇരുനില വീട്ടിൽ വയറിങ്ങിനായി ഉപയോഗിച്ച വയറുകൾ കവർച്ച ചെയ്ത നിലയിൽ. ചർലടുക്കയിലെ ഹസൈനാർ കോലാരിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വയറിംഗ് പൂർത്തിയായ ഇരുനില വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ ടൈൽസ് തൊഴിലാളികളും മറ്റുമുണ്ടായിരുന്നു. ടൈൽസ് പണിക്കായുള്ള മെഷീനുകളും ടൈലുകളും ഉണ്ടായിട്ടും അവയൊന്നും കളവ് പോയിട്ടില്ല. വയറുകൾ വലിച്ചെടുത്ത് അവ കത്തിച്ച് അതിനകത്തെ ചെമ്പുകളെടുത്താണ് കവർച്ചക്കാർ കടന്നുകളഞ്ഞതെന്ന് പൊതുപ്രവർത്തകൻ ഖലീൽ പറഞ്ഞു. വയറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നത് വീട് കൂടിയാൻ വേണ്ടിയിട്ട് വയറിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കലക്ഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നാളെ മറ്റൊന്ന് സ്വിച്ച് ബോർഡ് കളിക്കാൻ വേണ്ടിയിട്ട് വെച്ച വയറിനെ ഇന്നലെ രാത്രി ഇല്ലെങ്കിൽ ഇന്നലെ 6 മണി വരെ 7 മണി വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ പണിക്കാരും പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ടൈൽസിൻ്റെ പണിക്കാരുണ്ടായിരുന്നു. ടൈൽസിൻ്റെ സാധനം ഉണ്ടായിരുന്നു, മിഷന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കളവ് പോയിട്ടില്ല. ഈ വലിച്ച വയർ ആണ് കട്ടാക്കിയിട്ട് എടുത്തത്. എന്നിട്ട് കട്ടാക്കിയിട്ട് എടുത്ത് മാത്രമല്ല അവിടെ തന്നെ
കത്തിച്ചിട്ട് അതിൻ്റെ ചെമ്പൊക്കെ കൊണ്ടുപോയതാണ് ഇന്നലെ രാത്രി. നിർമ്മാണം പൂർത്തിയാകാത്ത വീടുകളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള കവർച്ചകൾ ഉണ്ടാവുന്നത് നാട്ടുകാരിൽ ഭീതിയുളവാക്കുന്നതാണ്. ബദിയടുക്ക ബാറടുക്കയിലും മുൻപ് സമാനമായ രീതിയിൽ കവർച്ച നടന്നിരുന്നു. സംഭവത്തിൽ ബദിയടുക്ക പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച വിജയോത്സവം സംഘടിപ്പിക്കും. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി വ്യാഴാഴ്ച വിജയോത്സവം സംഘടിപ്പിക്കും. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ജില്ലയിലെ അംഗീകൃത സ്കൂളുകളിലെ മുഴുവൻ ടീച്ചേഴ്സിനും ട്രെയിനിങ്ങും അവാർഡ് ദാനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വിജയോത്സവം എന്ന് പറഞ്ഞാൽ 100% റിസൾട്ട് കൈവരിച്ച സ്കൂളുകളെ ആദരിക്കലും 100% A+ നേടിയ കുട്ടികളെ ആദരിക്കൽ, അതുപോലെ ഞങ്ങളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന മിടുക്കരായ ടീച്ചർമാരെ ആദരിക്കൽ. ഇതാണ് നമ്മൾ വിജയോത്സവം എന്ന് നടത്തുന്നത്. പല ജില്ലകളിലും ഓൾറെഡി കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ PBM സ്കൂളിൻ്റെ PBR ഓഡിറ്റോറിയത്തിൽ വെച്ച് 28-ാം തീയതി നമ്മൾ കാസർഗോഡ് ജില്ലാ വിജയോത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡിലെ പ്രിയപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്നാണ്. ആദരിക്കൽ ചടങ്ങ് നടത്തുന്നത് ഉദുമ MLA CH കുഞ്ഞമ്പു സാറാണ്. രാഘവ ചേരാൽ, N ബാലകൃഷ്ണൻ, K മൊയ്തീൻ കുഞ്ഞി, നസീം മണിമുണ്ട, UM റിയാസ്, നിസാം ബോവിക്കാരം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഉദിനൂർ മാച്ചിക്കാട്ട് സംസ്ഥാന ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ച് ഒറ്റ നമ്പർ ചൂതാട്ടം നടത്തിയ വയോധികൻ അറസ്റ്റിൽ. സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരവും ഓൺലൈൻ പണമിടപാടും ഇയാൾ നടത്തിയതായി പോലീസ് കണ്ടെത്തി. വാട്സാപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ച് സംസ്ഥാന ലോട്ടറി ടിക്കറ്റിന്റെ ഒറ്റ നമ്പർ ചൂതാട്ടത്തിൽ ഏർപ്പെട്ട ഉദിനൂർ മാച്ചിക്കാട്ട് സ്വദേശി അറസ്റ്റിൽ. മാച്ചിക്കാട് കല്ലുവളപ്പിലെ KV സുരേന്ദ്രനെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള ലോട്ടറി ടിക്കറ്റുകളുടെ അവസാനത്തെ 3 അക്ക നമ്പർ ഉപയോഗിച്ചാണ് ഒറ്റ നമ്പർ ചൂതാട്ടം ഇയാൾ നടത്തിവന്നത്. കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാറിന്റെ നിർദ്ദേശത്തിൽ ചന്ദേര SI സതീഷ് വർമ്മയും സംഘവുമാണ് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. പരിശോധനയിൽ മൊബൈൽ ഫോണുകളും 2830 രൂപയും പോലീസ് കണ്ടെടുത്തു. ചൂതാട്ടത്തിന് മാത്രമായി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ഗൂഗിൾ പേ വഴി നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ASI ലക്ഷ്മണൻ, ഡ്രൈവർ CPO സുരേഷ്, DYSP സ്ക്വാഡ് അംഗങ്ങളായ അജിത് പള്ളിക്കര, K ജ്യോതിഷ്, സുധീഷ് ഓരി എന്നിവരും ഉണ്ടായിരുന്നു. കൂടുതൽ പേർ ലോട്ടറി തട്ടിപ്പിലുണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചിത്താരി സർവീസ് സഹകരണ ബാങ്കിൽ ഓണച്ചന്ത ആരംഭിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് കേരള സർക്കാർ കൺസ്യൂമർ ഫെഡ് സഹകരണത്തോടെ ഓണം സഹകരണ വിപണന ഓണച്ചന്ത ആരംഭിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസിൽ ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി കരുണാകരൻ കുന്നത്ത് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് A ബാലൻ അധ്യക്ഷത വഹിച്ചു. P കൃഷ്ണൻ, T ശാന്തകുമാരി, മധു കൊളവയൽ, രതീഷ് വെള്ളംതട്ട, V നാരായണൻ, പ്രേമ, നിർമ്മല, നളിനി, ഭാസ്കരൻ, കുഞ്ഞികൃഷ്ണൻ കൊളവയൽ, K വേണുഗോപാലൻ, രാധാകൃഷ്ണൻ P, സനൽകുമാർ P എന്നിവർ സംസാരിച്ചു. PK പ്രജീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയപറമ്പ് പഞ്ചായത്തിന് കീഴിൽ ഇടയിലെക്കാട്ടിലെ ബഡ് സ്കൂൾ പ്രവർത്തനം സംബന്ധിച്ചുള്ള വിവാദത്തിൽ പുതിയ ആരോപണവുമായി വലിയപറമ്പിലെ UDF നേതൃത്വവും ജനപ്രതിനിധികളും. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ പോലും അറിയിക്കാതെയാണ് വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തതെന്ന ആരോപണവുമായി UDF വാർത്താ സമ്മേളനം നടത്തി. വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട്ടിൽ കഴിഞ്ഞ UDF ഭരണസമിതി ലോകബാങ്കിന്റെ സഹായത്തോടെ 1 കോടിയിലധികം രൂപ ചെലവഴിച്ച് 2020 പൂർത്തീകരിച്ച ബഡ് സ്കൂൾ അയൽ പഞ്ചായത്തുകളായ തൃക്കരിപ്പൂർ, പടന്ന എന്നീ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ 2020 ഒക്ടോബറിൽ അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച ബഡ് സ്കൂൾ കോവിഡ് കാലമായതിനാൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചിരുന്നില്ല. UDF ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പഞ്ചായത്ത് ഭരണസമിതി ലഭിച്ച അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിച്ചിരുന്നുവെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കൂടാതെ മറ്റ് പഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും അന്ന് ഒരുക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ബഡ് സ്കൂളിലേക്കുള്ള ആയ നിയമനം സംബന്ധിച്ച് വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിൽ ഐക്യമുണ്ടാക്കി എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തി ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കണമെന്ന UDF നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തള്ളിക്കളയുകയായിരുന്നുവെന്നും UDF നേതാക്കൾ ആരോപിച്ചു. UDF ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പഞ്ചായത്ത് ഭരണസമിതി ലഭിച്ച അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുകയും ചെയ്തിരുന്നു. LDF ഭരണസമിതി തുടർ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറാവാതെ പാവപ്പെട്ട അംഗപരിമിതരായ കുട്ടികളെ അനാഥരാക്കുന്ന നടപടിയാണ് സ്വീകരിച്ചതെന്നും അവർ പറഞ്ഞു. കേവലം 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ച് ഈ മാസം 29-ന് ബഡ് സ്കൂളിന്റെ ഉദ്ഘാടനം വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് നടത്താൻ തീരുമാനിച്ചത് ഏകപക്ഷീയമായാണെന്നാണ് UDF ആരോപണം. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ UDFകാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതാണെന്നും അവർ പറഞ്ഞു. UDF ചെയർമാൻ ഉസ്മാൻ പണ്ഡ്യാല, കൺവീനർ K അശോകൻ, പഞ്ചായത്ത് അംഗം M അബ്ദുൽ സലാം, ബാലൻ K വലിയപറമ്പ്, PKC അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വലിയപറമ്പ് പടന്നക്കടപ്പുറം റെഡ് സ്റ്റാർ ക്ലബ്ബും സാംസ്കാരിക കലാസമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന 38ാമത് ഓണം സെവൻസ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ തുടങ്ങി. കടലോര ജനതയുടെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കാറുള്ള ടൂർണമെന്റിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 28 ടീമുകളാണ് ഇത്തവണ ഏറ്റുമുട്ടിയത്. ജേതാക്കൾക്ക് 70,000 രൂപയുടെ പ്രൈസ് മണിയും ട്രോഫികളും സമ്മാനിക്കുന്ന ടൂർണമെന്റിൽ ദേശീയ താരങ്ങളും തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സന്തോഷ് ട്രോഫി താരങ്ങളായ കളിക്കാരുൾപ്പെടെ വിവിധ ടീമുകൾക്കായി വലിയപറമ്പിന്റെ മണൽക്കളത്തിൽ കളിക്കാനെത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ ഓണക്കാലത്ത് സംഘടിപ്പിച്ചു വരുന്ന ഓണം സെവൻസ് ഫുട്ബോളിന്റെ സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ടീമായി പടന്നക്കടപ്പുറം ജോളി ഫ്രണ്ട്സ് ടീം. ക്വാർട്ടറിൽ മലബാർ ബസ് ക്ലബിനെ 1-4 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് ജോളി ഫ്രണ്ട്സ് സെമി ഫൈനലിൽ കടന്നത്. ടൗൺ പടന്ന, വിക്ടറി വെള്ളാപ്പ്, VVS രാമൻചിറ, ഗ്രീൻ ചലഞ്ചേഴ്സ് മാവലക്കടപ്പുറം, റെഡ് സ്റ്റാർ പടന്നക്കടപ്പുറം, ബാസ്ക് പടന്നക്കടപ്പുറം തുടങ്ങിയ ടീമുകളാണ് ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നത്. ഓണാഘോഷ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാൽപന്ത് കളിമേള ആസ്വദിക്കാൻ നാടൊന്നാകെ പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് സായാഹ്നങ്ങളിൽ ഒഴുകിയെത്തി. ഓഗസ്റ്റ് 3-ന് തുടങ്ങിയ ടൂർണമെന്റ് സെപ്റ്റംബർ 3-ന് സമാപിക്കും. VM ബാലൻ മാസ്റ്റർ ചെയർമാനും A രാജീവൻ കൺവീനറുമായ 51-അംഗ ഓണാഘോഷ കമ്മിറ്റിയാണ് കായിക വിഭാഗത്തിന്റെ സഹകരണത്തോടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA തൃക്കരിപ്പൂർ മണ്ഡലം വരവേൽപ്പ് സമ്മേളനം നടത്തി. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സമ്മേളനം KSSPA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PP കുഞ്ഞമ്പു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മണ്ഡലം പരിധിയിൽ നിന്നും ഈ വർഷം പെൻഷനേഴ്സ് അസോസിയേഷനിലേക്ക് കടന്നുവന്ന അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകുന്നതിനായി സംഘടിപ്പിച്ച സമ്മേളനം KSSPA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P കുഞ്ഞമ്പു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും, ഒരു മലയാള രാഷ്ട്രം, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാർസികളും ഉൾപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ ഈ പ്രവർത്തന ശൈലി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇവിടെ സുന്ദരമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ ചെറുപ്പക്കാരെ പോലെ പോട്ടേക്കുക. എന്താ സംഭവിയോ? ഇപ്പൊ നമ്മൾ മലയോര പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിട്ടയർമെന്റിന് ശേഷം എന്റെ പല സുഹൃത്തുക്കളും ഈ നാട്ടിലില്ലാത്ത അവസ്ഥയാണ്. എന്തിനാ? അവിടെ UK-യിലും US-ലും ന്യൂസിലാൻഡിലും അമേരിക്കയിലും പോയി താമസിക്കുക. മക്കളെ നോക്കാനും ശുശ്രൂഷിക്കാനുള്ള ഒരു സൗകര്യം അവർക്ക് സൗകര്യം കിട്ടിക്കഴിഞ്ഞു, പോയി കഴിഞ്ഞിരിക്കുക. മണ്ഡലം പ്രസിഡന്റ് V മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. KSSPA മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV രാഘവൻ മാസ്റ്റർ, മണ്ഡലം സെക്രട്ടറി KV രാജീവൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കൊക്കോട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ നാലപ്പാടം, PP ജയപ്രകാശ്, PK സത്യനാഥൻ, KV ഇന്ദിര, K റഷീദ BV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മടിയൻ GLP സ്കൂൾ 100ാം വാർഷികാഘോഷം സമാപനം ഓഗസ്റ്റ് 28-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മടിയൻ GLP സ്കൂളിന്റെ 100ാം വാർഷിക സമാപന പരിപാടി 28-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7 മണി മുതൽ സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടക്കും. രാത്രി 8 മണിക്ക് സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്യും. സുരേഷ് ബാബു കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തും. പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിക്കും. പരിപാടിയിൽ LSS വിജയികളെ അനുമോദിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീബ ഉമ്മർ, 4ാം വാർഡ് മെമ്പർ കുഞ്ഞാമിന,
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എ ദാമോദരൻ, ലക്ഷ്മി തമ്പാൻ, AEO VK സൈനുദ്ദീൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ വിനോദ് കുമാർ, മുൻ HM ടി സുധാകരൻ, മൂലക്കണ്ണം പ്രഭാകരൻ, PV സുരേഷ്, മുബാറക് ഹസൈനാർ ഹാജി, V കമാരൻ, PK അസീസ്, സുധീഷ് പാലക്കി, സതീശൻ പാലക്കി, ശ്രീജിത്ത് മടിയൻ, ശ്രീനിവാസൻ മടിയൻ, B ഗംഗാധരൻ, AV ബാലൻ, ദിനേശൻ ഹർഷ, V ഗോപി, ഭാഗ്യ, ഗാദർ ഗോൾഡൻ മാർബിൾ, P സുനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. സംഘാടക സമിതി വൈസ് ചെയർമാൻ P ജ്യോതി ബസു സ്വാഗതവും ട്രഷറർ CV തമ്പാൻ നന്ദിയും പറയും. രാത്രി 9-ന് ഗാനമേളയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ P ജ്യോതി ബസു, ട്രഷറർ CV തമ്പാൻ, MHMV വിനോദ് കുമാർ, സതീശൻ പാലക്കി, ശ്രീനിവാസൻ മടിയൻ, B ഗംഗാധരൻ, AV ബാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് കോടതിയിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കോടതി സമുച്ചയത്തിൽ നടന്ന പരിപാടി അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിൽ ജുഡീഷ്യൽ ഓഫീസർമാരും ജീവനക്കാരും ചേർന്ന് ഓണാഘോഷം നടത്തി. പരിപാടി അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് ഭദ്രദീപം തെളിയിച്ച് ഓണസന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിവിൽ ജഡ്ജ് ബിജു MC, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്മാരായ ബാലു ദിനീഷ്, അബ്ദുൽ ഡാസിക്, ജൂനിയർ സിവിൽ ജഡ്ജ് ഐശ്വര്യ രവികുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരനെ, താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി PV മോഹനൻ എന്നിവർ സംസാരിച്ചു. വിവിധ കോടതികളിൽ പൂക്കളമൊരുക്കി ജീവനക്കാർ ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഓണാഘോഷത്തിന് ചാരുത കൂട്ടി. വിവിധ കായിക മത്സരങ്ങളും വിവിധ സമൃദ്ധമായ സദ്യയുമൊരുക്കി ഐക്യബോധത്തിന്റെ അടയാളമായി കോടതിയിലെ ഓണാഘോഷം മാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കവ്വായി മേലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം നടത്തി. ക്ഷേത്രം മേൽശാന്തി സത്യൻ മാങ്കുളം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുരാതനവും ആചാരപ്പെരുമയാൽ സമ്പന്നവുമായ ഉത്തര കേരളത്തിലെ പ്രധാന കൃഷ്ണക്ഷേത്രങ്ങളിലൊന്നായ കവ്വായി മേലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി വിവിധ ചടങ്ങുകളോടെയാണ് നടന്നത്. ഗണപതി ഹോമം, വിശേഷാൽ പൂജ, അപ്പനിവേദ്യം, മലർ നിവേദ്യം, ഗണപതി പൂജ തുടങ്ങിയ വിവിധ ചടങ്ങുകൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ക്ഷേത്രം മേൽശാന്തി സത്യൻ മാങ്കുളം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ചടങ്ങുകളിൽ പങ്കാളികളായി. ക്ഷേത്രം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, സെക്രട്ടറി KV രാജേന്ദ്രൻ, ട്രഷറർ ഡോക്ടർ P പവിത്രൻ, അഭിലാഷ് തോയമ്മൽ, സുജിത് കുമാർ കവ്വായി, ദിപിൻ കവ്വായി, K ഇന്ദുലേഖ, വിപിൻ കവ്വായി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരായി നൽകിയ പുനഃപരിശോധനാ ഹർജി സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. കാസർഗോഡ് ജില്ലാ സപ്ലൈകോ ഓണം ഫെയർ തുടങ്ങി. ഓണത്തിന് അവശ്യവസ്തുക്കളുടെ ലഭ്യതയ്ക്കും ഓണച്ചന്തകൾക്കുമായി സർക്കാർ 100 കോടി അനുവദിച്ചതായി മന്ത്രി AK ശശീന്ദ്രൻ. കാസർഗോഡ് ബദ്രിയയിൽ പ്രവാസി യുവാവിനെ സഹോദരനും ബന്ധുവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഫെറ്റോ ജില്ലാ കമ്മിറ്റി വഞ്ചനയുടെ ഓണക്കാലം എന്ന പേരിൽ പ്രതിഷേധ ധർണ നടത്തി. NGO സംഘ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കുമ്പള മുള്ളേരിയ റോഡിലെ ഭാസ്കർ നഗറിൽ കാർ കുഴിയിൽ വീണ് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃക്കരിപ്പൂർ ഉദിനൂർ മാച്ചിക്കാട്ട് സംസ്ഥാന ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ച് ഒറ്റ നമ്പർ ചൂതാട്ടം. വയോധികൻ അറസ്റ്റിൽ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.